സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാര്, ജ്യോതിഷ വിശ്വാസികള്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അനിഴം നക്ഷത്രം ജാതകർക്ക് 2025 മെയ് 18 അഹം ഉള്ള രാഹുകേതുക്കളുടെ അവസ്ഥ, സ്ഥിതി, ഗതി എന്നിവയെ പറ്റിയാണ്. ഇവർ വൃശ്ചികക്കൂറുകാരാണ്. പൊതുവെ ഇവർക്ക് ജനിക്കുമ്പോൾ തന്നെ ചിലർക്ക് താമരയുടെ ഇതൾ പോലെയുള്ള രസങ്ങൾ ഉള്ളവർ ഉണ്ടെന്ന് ചില ആചാര്യന്മാർ പറയുന്നു. അതായത് ഇവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാകുന്നു. ചൊവ്വ ബന്ധമുള്ള രാശിയായാണ് ഇവരുടേത്, അതായത് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിയിൽ ജനിക്കുന്നതുകൊണ്ട് ഇവർ പൊതുവെ ധൈര്യശാലികളും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ദൈവവിശ്വാസികളും വളരെ ചിന്തിക്കുന്നവരും നേതൃത്വ സ്ഥാനം വഹിക്കാൻ യോഗ്യരും, നേതൃത്വ സ്ഥാനത്തിൽ ചെറിയ രീതിക്ക് പോയിരുന്നാലും അവ സംഘടനാ ബലവും സംഘടനാ രീതിയും സംഘടനയുടെ ബലവും ഇവരായി മാറുന്നു. അവസാനം സംഘടനയുടെ തലപ്പത്തിരിക്കും. ഇങ്ങനെ പൊതുവെ നിയന്ത്രണം വയ്ക്കാനും അതുപോലെ തന്നെ ഇവർക്ക് മറ്റുള്ളവരെ തൻ്റെ കീഴിൽ കൊണ്ടുവരുവാനും പാർട്ടി ഉൾപ്പെടെ, പാർട്ടി അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ താൻ തൊഴിൽ, ഇതെല്ലാം ഇവർക്ക് തൻ്റെ കീഴിൽ കൊണ്ടുവരുവാൻ, അതായത് ആജ്ഞാശക്തി മാത്രമല്ല, അവരുടെ കഴിവും ആത്മാർത്ഥതയും ത്യാഗമനോഭാവം കൊണ്ട് ഇവയെല്ലാം നേടുവാൻ സാധിക്കുന്നു. ഇവർക്ക് പൊതുവെ മനസ്സ് അലിവുള്ളവരാണ്. ദോഷം, കവക്കെട്ട് എല്ലാം ഇവർക്ക് ഇടവിട്ട് ഉണ്ടാകും. എങ്കിലും സ്നേഹസമ്പന്നരും വളരെ നിഷ്കളങ്കമായ മനസ്സുള്ളവരും ആകയാൽ ഇവർ പല കാര്യങ്ങളിലും ശോഭിക്കുകയും പല രംഗങ്ങളിലും ശോഭിക്കും. തൊഴിൽപരമായും സാഹിത്യപരമായും കൃഷിപരമായും എന്ന് വേണ്ട യാത്രകൾക്കും പൊതുജന സേവനത്തിനും ആതുര സേവന രംഗങ്ങളിലും ഇവർക്ക് വളരെ പ്രശസ്തിയോടുകൂടി നടക്കുവാൻ സാധിക്കും. ഇവർ അത്ര കഴിവുള്ളവരാണ്. അവർക്ക് ചൊവ്വയുടെ സ്വാധീനം കൊണ്ട് എല്ലാത്തിനും ശക്തി ഉണ്ടായിരിക്കും. ചിലർ പോലീസ്, പട്ടാളം, നേവി ഇങ്ങനെയുള്ള മേഖലകളിലും പ്രശസ്തരായ ആൾക്കാരുണ്ട്. അതുപോലെ പല യൂണിയൻ നേതാക്കന്മാർ, യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്നിവരെല്ലാം വൃശ്ചിക രാശിയിൽ പറഞ്ഞ എല്ലാവരും അല്ല, കൂടുതലും ഇവർക്ക് അതിനുള്ള ശക്തിയും കഴിവുമുണ്ട്. ഇവർ പൊതുവെ ആത്മാർത്ഥതയുടെയും സ്നേഹത്തിൻ്റെയും അളവ് ഇവർക്ക് മറ്റുള്ളവരിൽ കൊടുക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായി കാര്യങ്ങൾ ചെയ്യുവാൻ മിടുക്കരാണ്. ഇവർക്ക് ഈ താൽക്കാലികമായി അഞ്ചാം ഇടം എന്ന് വെച്ചാൽ സന്താനഭാവം, പൂർവ്വപുണ്യം, പൂർവ്വ അനുഗ്രഹം, പൂർവികമായുള്ള പല കാര്യങ്ങളും, സാന്നിധ്യം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു. അപ്പോൾ ഇവർക്ക് അഞ്ചാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നതുകൊണ്ട് നല്ല സന്താന യോഗങ്ങളും സന്താനങ്ങൾക്ക് പുഷ്ടിയും അവർക്ക് ഇടവിട്ട് കവസംബന്ധമായ രോഗങ്ങളും അനുഭവിക്കും. 5-ലെ സർപ്പൻ വേഴക്ഷേത്രത്തിൽ വരികയാൽ ഇവർക്ക് സന്താനങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തൊഴിലും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗ്യയോഗങ്ങളും അനുഭവമാകുന്നു. പൊതുവെ മുതിർന്നവർക്ക് സർപ്പാനുഗ്രഹം ഉള്ള കുടുംബക്കാർക്കും ഈ സർപ്പം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സന്താനപുഷ്ടി, നൂതന ഗ്രഹ നിർമ്മാണം, ഭാഗ്യ ഐശ്വര്യങ്ങൾ, അതുപോലെ തന്നെ വിദേശവാസം, വിദേശത്തിരിക്കുന്നവർക്ക് അവിടെ ഉയർച്ച, ഉന്നതി എന്നിവയും ഉണ്ടാകും. പഞ്ചമഭാവ സ്ഥിതനായ സർപ്പൻ പൊതുവെ പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനോ അല്ലെങ്കിൽ തൊഴിൽപരമായോ ഉള്ള കാര്യത്തിന് വെളിയിൽ പോകുവാനും വളരെ അനുകൂല സമയമാകുന്നു ഇപ്പോൾ.
അതുപോലെ തന്നെ വേഴസ്ഥിതി എടുത്തിരുന്നാലും കേന്ദ്രത്തിലാണ്, 7-ലാണ്. അതും നല്ല ലക്ഷണമാണ്. പിന്നെ ശനി 4 കണ്ടകനായി നിൽക്കുന്നു. എങ്കിലും ആ ശനി സ്വക്ഷേത്രപരവായനായതുകൊണ്ട് ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ അല്പസമയം നേരിടേണ്ടി വരും എന്ന് മാത്രമേ ദോഷം കാണപ്പെടുന്നുള്ളൂ. ഗ്രഹത്തിൽ സന്താനത്തിനുള്ള യോഗവും മുടങ്ങിയ വിവാഹങ്ങൾ നടക്കുവാനുള്ള ഭാഗ്യവും ഇണകൾക്ക് സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള അവസരവും ഈ രാഹു കൊടുക്കപ്പെടുന്നു. അനിഴ നക്ഷത്ര ജാതകർ ജനിക്കുന്നത് ശനി ദശയിലാണ്. പൊതുവെ ശനി 19 കൊല്ലമാണ്. എങ്കിലും എല്ലാം കിട്ടുകയില്ല. തുടക്കത്തിൽ ജനിക്കുന്നവർക്ക് 10-17 കൊല്ലം കിട്ടും. മധ്യത്തിൽ ജനിക്കുന്നവർക്ക് 10 കൊല്ലവും ശിഷ്ടവും കിട്ടും. അത് കഴിഞ്ഞാൽ മുക്കാലിൽ ജനിക്കുന്നവർക്ക് ഏതാണ്ട് 7-8 വർഷം കിട്ടും. അവസാനം ജനിക്കുന്നവർക്ക് 5 മുതൽ 5, 4, 3 ഇങ്ങനെയുള്ള കാലഘട്ടങ്ങൾ കിട്ടും. പൊതുവെ നമുക്ക് ആവറേജ് കണക്ക് പറയുകയാണെങ്കിൽ 9 കൊല്ലം എടുക്കാം. 9 കൊല്ലം ശനിദശ. ചില ആദ്യ കാലങ്ങളിൽ സ്വല്പ അരിഷ്ടതകൾ, ബാലപീഡകൾ ഉണ്ടാകുമെങ്കിലും ചൊവ്വാ ക്ഷേത്രത്തിലാണ് ഇവരുടെ കൂറ്, അതായത് ചന്ദ്രൻ നിൽക്കുന്നത്, വൃശ്ചികക്കൂറ്. അതുകൊണ്ട് വിഭവകരമായ ജീവിതം ആയിരിക്കും. ചിലപ്പ രോഗങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമെങ്കിലും കുടുംബ കാരണവന്മാർക്കും അച്ഛൻ, അമ്മ, അമ്മാവൻ ഇവർക്ക് ഐശ്വര്യങ്ങളെ കൊടുക്കും. ഇവർക്ക് ഈ കാലങ്ങളിൽ പൊതുവെ ഒരു ജലദോഷം, മന്ദത, ഉറക്കം കൂടുതൽ ഇതൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വരുന്നത് ബുധദശയാണ്. ശനി കഴിഞ്ഞാൽ ബുധദശ. ഏതാണ്ട് 17 കൊല്ലം. പൊതുവെ കൂട്ടുമ്പോൾ 26 വയസ്സ്, 25 വയസ്സ്, 24 വയസ്സ് ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇവർക്ക് ഇതിനകത്ത് സ്ത്രീ പുരുഷ ഭേദമന്യേ വിജയം, സാങ്കേതിക പഠനങ്ങളും അനുഭവയോഗമാകുന്നു. സ്ത്രീക്കാണെങ്കിൽ 22, 23 വിവാഹവും സാമാന്യ ഉദ്യോഗങ്ങളും, 25 മുതൽ നല്ല ഉദ്യോഗവും സന്താനങ്ങളും എല്ലാം ഉണ്ടാകുവാനുള്ള അവസരമാകുന്നു. അത് കഴിഞ്ഞാൽ ബുധൻ കഴിഞ്ഞാൽ 7 കൊല്ലം കേതുദശ. പൊതുവെ കേതുദശാകാലം ഇവർക്ക് അല്പ അരിഷ്ടതകളുടെ കാലമാണ്. അതായത് ത്വക്ക് രോഗം, സ്ഥാനമാറ്റങ്ങൾ, ജലദോഷം എന്നിവ വരും. എങ്കിലും കൂടെ തൊഴിൽ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താക്കന്മാർ മാറി നിൽക്കേണ്ട അവസരം ചിലർക്ക് വരുന്നുണ്ട്, ചിലർക്ക് വരാതെ ഇരിക്കാം. അത് കഴിഞ്ഞാൽ വരുന്നത് ശുക്രദശയാണ്. 20 കൊല്ലം. ശുക്രദശാകാലം പൊതുവെ ഉത്തമ കാലഘട്ടമാണ്. ചെറുപ്പക്കാർക്ക് അവരുടെ മാതാവിനും പിതാവിനും ഭാഗ്യൈശ്വര്യങ്ങൾ, ഉന്നത ഗ്രഹനിർമ്മാണം, നല്ല സന്താന യോഗം, വിദ്യയ്ക്ക് ഉന്നതി. അതായത് ചിലർ പാതി വിദ്യ വെച്ച് നിർത്തിയിരിക്കുന്നവർക്ക് വിദ്യയ്ക്ക് തുടങ്ങുവാനുള്ള അവസരം, മറ്റു ചിലർക്ക് ഇതിൽ നിന്നുള്ള നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാതെ തൊഴിൽ മാറ്റങ്ങൾ, വീട്ടിൽ ഗ്രഹോപകരണ ലാഭം, ഗ്രഹയോഗം, സമ്പത്ത്, വാഹനം, ഇങ്ങനെ പല പല കാര്യങ്ങളും ഈ ശുക്രദശാകാലത്ത് അനുഭവയോഗം അത്രേ. അത് കഴിഞ്ഞാൽ ആദിത്യ ദശ 6 കൊല്ലം. ആദിത്യ ദശാകാലത്തും പൊതുവെ ഇവർക്ക് ദോഷപ്രദമായിരിക്കുകയില്ല. അത് കഴിഞ്ഞാൽ 10 കൊല്ലം ചന്ദ്രദശ. ചന്ദ്രദശാകാലത്ത് ഇവർക്ക് നീചഭംഗ രാജയോഗം ഉണ്ടാകുന്നു. ചിലർക്ക് നീചസ്ഥിതമായി നിൽക്കുന്നത് കൊണ്ട് അല്പാൽപ അരിഷ്ടതകൾ തുടക്കത്തിൽ ഉണ്ടാകുമെങ്കിലും പിന്നീട് ദൈവസഹായത്താൽ രോഗങ്ങളുടെ പവർ, അതായത് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറയുമെങ്കിലും അത് പിന്നീട് അതിൻ്റേതായ ലെവലിൽ നല്ലവണ്ണം ചികിത്സയിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും. ചന്ദ്രദശ കഴിഞ്ഞാൽ 7 കൊല്ലം ചൊവ്വാദശ. ചൊവ്വാദശ പൊതുവെ ഐശ്വര്യമായിരിക്കും. 18 കൊല്ലം രാഹുർദശ. രാഹുർദശാകാലത്ത് പൊതുവെ ഇവർക്ക് കാലം അനുകൂലവും അനുകൂല അവസ്ഥകളും ആകുന്നു. ഈശ്വരൻ സഹായിക്കുമെങ്കിൽ ഈ രാഹുർദശ പൂർണ്ണമായി അനുഭവിച്ച് അവർക്ക് ദുരിതങ്ങളും ദോഷങ്ങളും ചില ഇടവിട്ട് വരുമെങ്കിലും സർപ്പഭഗവാന്റെ
അനുഗ്രഹത്താലും പൂജാബലം കൊണ്ടും പൂർവിക പുണ്യ ശക്തി കൊണ്ടും അവ ദോഷങ്ങൾ മാറപ്പെടും. പൊതുവെ അനിഴം നക്ഷത്ര ജാതകരെ വൃശ്ചികം രാശിക്കാരെന്നാണ് പറയുന്നത്. ഇവർ ജനിക്കുന്നത് ശനിദശയിലായതുകൊണ്ട് ശാസ്താവിന് നീലാഞ്ജനവും, അടുത്ത ശനിദശ കഴിഞ്ഞാൽ ബുധദശ, ബുധദശയിൽ വിഷ്ണുവിന് പാൽപായസവും, അത് കഴിഞ്ഞാൽ കേതുദശയ്ക്ക് ഗണപതി അർച്ചനയും ദേവി പൂജയും നടത്തുകയും, അത് കഴിഞ്ഞാൽ കേതു കഴിഞ്ഞാൽ ശുക്രദശ 20 കൊല്ലം ശുക്രദശ കാലത്ത് ഐശ്വര്യപ്രദമായ ജീവിതം നയിക്കുകയും ഭാര്യാഭർത്തൃ സൗഖ്യവും, ദേവി പൂജ, വിഷ്ണുപ്രീതി എന്നിവ വരുത്തിക്കൊള്ളുക. ശുക്രൻ കഴിഞ്ഞാൽ വരുന്നത് ആദിത്യദശ. ശിവന് ജലധാര, ശിവന് വേണ്ടുന്ന പൂജാകർമ്മങ്ങൾ നടത്തുക. ആദിത്യം കഴിഞ്ഞ് ചന്ദ്രദശാകാലത്ത് പൊതുവെ സുഖവും സന്തോഷവും വരുത്തുവാൻ വേണ്ടി ദേവിപ്രീതി, ശിവപ്രീതി വരുത്തുക. അത് കഴിഞ്ഞാൽ ചൊവ്വാദശ മുരുകപ്രീതി വരുത്തുക. അത് കഴിഞ്ഞാൽ വരുന്നത് രാഹുർദശാകാലത്ത് മുടങ്ങാതെ ആയില്യ പൂജകളും അടുത്തുള്ള സർപ്പക്കോവിലിൽ പോയി പൂജ വിധികൾ നടത്തുകയും ചെയ്തു കൊള്ളണം. ഇങ്ങനെ ഇവർക്ക് പൊതുവെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന രാഹുർദശ ഇനി വളരെ ഐശ്വര്യങ്ങളെ ഉണ്ടാക്കും. അതായത് 2025 മെയ് 18-നകമുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അതായത് ഇവർക്ക് രാഹു എങ്ങനെ ഇനി ശോഭിക്കും എന്നുള്ള കാര്യമാണ്. പൊതുവെ രാഹു ഇവർക്ക് അനുകൂലപ്രദമായ ജീവിതം തന്നെ നയിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു.